ജീവിതത്തിന്റെ മനോഹരമായ ഒരു വഴിത്തിരിവിലാണ് വിവാഹം എന്ന പുണ്യകർമ്മം ഒരാളെ എത്തിക്കുന്നത്. അതുവരെ തനിക്ക് തണലായി നിന്ന മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നും തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നുവരുന്ന നിമിഷം മുതൽ മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു. മാതാവ് എന്ന സ്വർഗകവാടവും ഭാര്യ എന്ന ജീവിത പങ്കാളിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാമെന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് സ്നേഹബന്ധങ്ങളെ ഒരേ സമയം സന്തോഷിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഇസ്ലാം നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ഈ രണ്ട് ബന്ധങ്ങളെയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ നമ്മെ തൊട്ടിലിലാട്ടി ഉറക്കി വിശപ്പും ദാഹവും സഹിച്ചു വളർത്തിയ മാതാവിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. മാതാവിന്റെ പാദത്തിനടിയിലാണ് സ്വർഗമെന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠം ഏതൊരു മകനും എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒന്നാണ്. അതേസമയം ജീവിതത്തിന്റെ പകുതി പങ്കിടാനായി സ്വന്തം വീടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് കൂടെ വന്നവളാണ് ഭാര്യ. അവളോടുള്ള കരുണയും സ്നേഹവും നീതിയും ഒരു പുരുഷന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഈ രണ്ട് സ്നേഹങ്ങൾക്കിടയിൽ ഒരാൾക്ക് എവിടെയാണ് പിഴക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും കുടുംബങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. മാതാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഭാര്യയ്ക്ക് നൽകുക എന്നത് പലപ്പോഴും മാതാവിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. മാതാവിന് നൽകേണ്ട ബഹുമാനവും പരിചരണവും സാമ്പത്തിക സഹായവും മുടക്കി ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നത് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. ഒരു മകൻ തന്റെ മാതാവിനോട് കാണിക്കുന്ന അനാദരവ് അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും പരാജയത്തിന് കാരണമാകും. എന്നാൽ ഇതിനർത്ഥം ഭാര്യയെ അവഗണിക്കണമെന്നല്ല. ഓരോരുത്തർക്കും അർഹമായ അവകാശങ്ങൾ വകവെച്ച് നൽകുക എന്നതാണ് നീതി. പല കിതാബുകളിലും വിശദമാക്കുന്നത് പോലെ മാതാവിനെ അനുസരിക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഭാര്യയോടുള്ള നീതിയും അനിവാര്യമാണ്. ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ അവൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിനോ മാതാവ് എതിരു നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാതാവിനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും ഭാര്യ മകനെ തടയാനും പാടില്ല. മകൻ തന്റെ ഉമ്മയെ നോക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നവളായിരിക്കണം നല്ലൊരു ഭാര്യ. തിരിച്ചും മകൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവളാകണം മാതാവ്. ഈ രണ്ട് ബന്ധങ്ങളും തമ്മിലുള്ള ബാലൻസ് തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മാതാവിനേക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ മാതാവിന്റെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് തെറ്റാണ്. മാതാവിനോടുള്ള കടമ നിർവഹിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ലോകത്ത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് തന്റെ മാതാവിനോടാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ വട്ടമാണ് പിതാവിനെക്കുറിച്ച് പറയുന്നത്. ഈ മുൻഗണനാക്രമം മനസ്സിലാക്കിയാൽ തന്നെ മാതാവിന്റെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. തന്റെ ഇണയെ അമിതമായി സ്നേഹിക്കുന്നതുകൊണ്ട് മാതാവിനെ മറന്നുപോകുന്ന സാഹചര്യം ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയുടെ വാക്കുകേട്ട് ഉമ്മയെ കുറ്റപ്പെടുത്തുന്നതും അവരോട് കയർത്ത് സംസാരിക്കുന്നതും അങ്ങേയറ്റം ഗൗരവകരമായ കാര്യമാണ്. മാതാവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ചെയ്യുന്ന ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭാര്യയെ സ്നേഹിക്കുമ്പോഴും മാതാവിനെ അർഹമായ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കാൻ ഓരോ പുരുഷനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യത്തിൽ മാതാവും ഭാര്യയും തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. രണ്ടും രണ്ട് തലത്തിലുള്ള സ്നേഹങ്ങളാണ്. മാതാവിനോടുള്ളത് ഭക്തിയും കടപ്പാടും കലർന്ന സ്നേഹമാണെങ്കിൽ ഭാര്യയോടുള്ളത് തുല്യതയും സൗഹൃദവും കലർന്ന സ്നേഹമാണ്. ഇവ രണ്ടും കലർത്താതെ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം നൽകുകയാണ് വേണ്ടത്. തന്റെ ജീവിതത്തിൽ ഭാര്യ വന്നത് മാതാവിനെ മാറ്റി നിർത്താനല്ല, മറിച്ച് തന്റെ ജീവിതം പൂർത്തിയാക്കാനാണെന്ന് മകൻ തിരിച്ചറിയണം. മാതാവിനോടുള്ള പെരുമാറ്റത്തിൽ അല്പം പോലും കുറവ് വരുത്താതെ തന്നെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. ഭാര്യയോടുള്ള നീതി പുലർത്തുന്നതിനോടൊപ്പം തന്നെ മാതാവിന്റെ സ്വർഗകവാടം കൂട്ടിമുട്ടാതെ കാത്തുസൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർക്കിടയിൽ തർക്കങ്ങളുണ്ടായാൽ നീതിയോടെയും വിവേകത്തോടെയും ഇടപെടാൻ മകന് സാധിക്കണം. ഒരാളെ പ്രീണിപ്പിക്കാൻ മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ഇസ്ലാമികമായ രീതിയല്ല. തന്റെ മാതാവിനെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു ഭർത്താവാകാൻ കഴിയില്ല. കാരണം സ്ത്രീകളെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കുന്നത് സ്വന്തം മാതാവിൽ നിന്നാണ്. തന്റെ മാതാവിനെ സ്നേഹിക്കുന്ന ഒരു മകനെയാണ് ഏതൊരു പെൺകുട്ടിയും ഭർത്താവായി ആഗ്രഹിക്കേണ്ടത്. കാരണം തന്റെ മാതാവിനോട് കാണിക്കുന്ന അത്രയും കരുണയും സ്നേഹവും മാത്രമേ അവൾക്കും പിൽക്കാലത്ത് ലഭിക്കുകയുള്ളൂ. മാതാപിതാക്കൾക്ക് നൽകേണ്ട പരിഗണന മാറ്റിവെച്ച് ഭാര്യയുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഗൗരവത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത്തരം പ്രവണതകൾ കുടുംബങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും പിൽക്കാലത്ത് സ്വന്തം മക്കളിൽ നിന്നും
ഇതേ അനുഭവം നേരിടേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ മുൻഗണനകൾ കൃത്യമായി മനസ്സിലാക്കി മാതാവിനെ ഒന്നാമതായി തന്നെ കാണാൻ മകൻ തയ്യാറാകണം. മാതാവിനേക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്ക് കൊടുക്കുക എന്നത് പിൽക്കാലത്ത് വലിയ കുറ്റബോധത്തിന് കാരണമാകും. മാതാവ് നഷ്ടപ്പെട്ടാൽ പകരം വയ്ക്കാൻ മറ്റാരുമില്ല. എന്നാൽ ഭാര്യ എന്നത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വന്നു ചേരുന്ന പങ്കാളിയാണ്. രണ്ടുപേരെയും സ്നേഹിക്കണം. എന്നാൽ മാതാവിന്റെ സ്ഥാനം എപ്പോഴും ഉയരത്തിൽ തന്നെയായിരിക്കണം. ഇത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. മാതാവിനെ സന്തോഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നത് പോലെയാണ്. ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് തന്റെ ജീവിതം ധന്യമാക്കുന്നതിനും ഈമാൻ പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. ഇവ രണ്ടും പൂരകങ്ങളായി കാണാൻ നമുക്ക് സാധിക്കണം. ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പുരുഷൻ വീഴ്ച വരുത്താൻ പാടില്ല. അവൾക്ക് മാന്യമായ വസ്ത്രവും ഭക്ഷണവും താമസ സൗകര്യവും നൽകൽ നിർബന്ധമാണ്. എന്നാൽ ഇത് നൽകുന്നതിനിടയിൽ മാതാവിനെ പട്ടിണിക്കിടുന്നതോ അവരെ അവഗണിക്കുന്നതോ അക്രമമാണ്. നീതിപൂർവമായ ഒരു വിഭജനം ജീവിതത്തിൽ അത്യാവശ്യമാണ്. മാതാവിനോടുള്ള മകന്റെ കടമകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും മകൻ ബാധ്യസ്ഥനാണ്. ഭാര്യയോടുള്ള സ്നേഹം ഈ കടമകളിൽ നിന്നും അവനെ പിന്നോട്ട് വലിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഭാര്യ തന്റെ ഭർത്താവിനെ അവന്റെ മാതാവിനെ ശുശ്രൂഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭാര്യയുടെയും ഉമ്മയുടെയും ഇടയിലുള്ള സംസാരങ്ങൾക്കിടയിൽ മകൻ പക്ഷം പിടിക്കുമ്പോഴാണ്. ഇവിടെ മകൻ ഒരു മധ്യസ്ഥന്റെ റോളിൽ നിൽക്കണം. മാതാവിനോട് മോശമായി പെരുമാറാൻ പാടില്ലെന്ന് ഭാര്യയോടും ഭാര്യയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഉമ്മയോടും സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കാൻ മകന് കഴിയണം. സഹബി വനിതകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ അവരുടെ മാതാപിതാക്കളെ സേവിക്കാൻ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും പോലുള്ള മഹദികളുടെ ജീവിതം നമുക്കിതിൽ വലിയ മാതൃകയാണ്. അവർ മാതാപിതാക്കൾക്ക് നൽകിയ ബഹുമാനം സമാനതകളില്ലാത്തതാണ്. മാതാവിനെ അവഗണിച്ച് ഭാര്യയെ മാത്രം പരിഗണിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതുണ്ട്. മാതാപിതാക്കളെ നോക്കാത്ത മക്കൾക്ക് സ്വർഗം ഹറാമാണെന്ന ഗൗരവകരമായ താക്കീതുകൾ കിതാബുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി ഈ വലിയ അനുഗ്രഹത്തെ തള്ളിക്കളയരുത്. ഓരോ വിശ്വാസിയും തന്റെ മാതാവിന്റെ പ്രാർത്ഥന സ്വന്തമാക്കാൻ പരിശ്രമിക്കണം. മാതാവ് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തൃപ്തിപ്പെട്ടു. ആ തൃപ്തിയിൽ നിന്നുണ്ടാകുന്ന ബറക്കത്താണ് കുടുംബജീവിതത്തിന്റെ വിജയത്തിനാധാരം. ഭാര്യയെ സ്നേഹിക്കുന്നത് ആ ബറക്കത്തിന് വിരുദ്ധമല്ല, മറിച്ച് മാതാവിനെ വേദനിപ്പിക്കുന്നത് മാത്രമാണ് പ്രശ്നം. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മാതാപിതാക്കൾക്ക് മക്കളുടെ സാമീപ്യം വളരെയധികം ആവശ്യമാണ്. ആ സമയത്ത് ഭാര്യയുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി അവരെ വൃദ്ധസദനങ്ങളിലോ മറ്റോ കൊണ്ടുപോയി വിടുന്നത് ക്രൂരതയാണ്. തന്റെ മക്കൾ തന്നെ എങ്ങനെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. മാതാവിനേക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കഠിനമായിരിക്കും. ഈ ബോധ്യം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലുണ്ടാവണം. സ്നേഹവും നീതിയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ ഒരു കുടുംബം യഥാർത്ഥത്തിൽ സന്തോഷകരമാവുകയുള്ളൂ. മാതാവിനോടുള്ള ഏറ്റവും വലിയ കടമ അവരോട് അങ്ങേയറ്റം ദയയോടെയും ആദരവോടെയും പെരുമാറുക എന്നതാണ്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അല്പം പോലും വിരക്തി പ്രകടിപ്പിക്കാനോ ചേ എന്ന് പോലും പറയാനോ പാടില്ലെന്ന് ഖുർആൻ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ ക്ഷമയോടെയും വിനയത്തോടെയും അവരെ പരിചരിക്കേണ്ടത് മകന്റെ ബാധ്യതയാണ്. അവരുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും തന്റെ ഇഷ്ടത്തേക്കാൾ മുൻഗണന നൽകാൻ മകൻ തയ്യാറാകണം. മാതാവിന്റെ ശാരീരികവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് മകന്റെ നിർബന്ധമായ കടമയാണ്. അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം, താമസ സൗകര്യം എന്നിവ മകന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നൽകണം. ഭാര്യയ്ക്കും മക്കൾക്കും നൽകുന്ന പരിഗണനയിൽ ഒട്ടും കുറയാത്ത വിധം മാതാവിനെയും സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടതുണ്ട്. മാതാവ് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നതാണ് ഒരു മകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മാതാവിനെ സദാസമയവും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് ഇബാദത്തായി കണക്കാക്കപ്പെടുന്നു. മാതാവ് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ് പ്രമാണം. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും അവരെ മാനസികമായി വിഷമിപ്പിക്കുന്ന സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ശ്രദ്ധിക്കണം. തന്റെ ജീവിതത്തിലെ ഏതൊരു സുപ്രധാന തീരുമാനവും മാതാവിനോട് കൂടിയാലോചിക്കുന്നത് അവർക്ക് നൽകുന്ന വലിയൊരു ബഹുമാനമായിരിക്കും.
മാതാവ് ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദുആ മകന്റെ അനിവാര്യമായ കടമയാണ്. എന്റെ റബ്ബേ, എനിക്ക് ചെറുപ്പത്തിൽ അവർ നൽകിയ കരുണ പോലെ നീ അവരോടും കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥന ഓരോ നിസ്കാരത്തിലും ഉൾപ്പെടുത്തണം. മാതാവിന്റെ മരണശേഷം അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാനും അവർ സ്നേഹിച്ചിരുന്ന ബന്ധുക്കളെയും കൂട്ടുകാരെയും സന്ദർശിച്ച് ആ ബന്ധം നിലനിർത്താനും മകൻ പരിശ്രമിക്കണം. ജീവിതമെന്നത് ബാലൻസ് ചെയ്യേണ്ട ഒരു കലയാണെന്നും അതിൽ വിശ്വാസിക്ക് പിഴക്കാൻ പാടില്ലെന്നും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതാവ് സ്വർഗത്തിലേക്കുള്ള വഴിയും ഭാര്യ ജീവിതത്തിലെ തണലുമാണ്. ഇവരിൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാളെ ബലികഴിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാം നൽകുന്ന മനോഹരമായ പാഠം. മാതാവിനോടുള്ള കടമകൾ നിർവഹിക്കുമ്പോൾ അത് ഭാര്യയോടുള്ള അക്രമമായി മാറരുത്. അതുപോലെ ഭാര്യയോടുള്ള സ്നേഹം മാതാവിനോടുള്ള അവഗണനയായും മാറരുത്. ഓരോ ബന്ധത്തിനും അതിൻ്റെതായ അതിർവരമ്പുകളും അവകാശങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു വീട് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ഇടമായി മാറുന്നത്. തൻ്റെ മാതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പുരുഷന് മാത്രമേ തൻ്റെ ഭാര്യയെയും ആദരിക്കാൻ കഴിയൂ. കാരണം സ്ത്രീത്വം എന്നത് ആദരിക്കപ്പെടേണ്ടതാണെന്ന വലിയ പാഠം അവൻ പഠിക്കുന്നത് സ്വന്തം ഉമ്മയിൽ നിന്നാണ്. മാതാവിനോടുള്ള ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റുന്നതോടൊപ്പം തന്നെ തൻ്റെ പങ്കാളിയുടെ ന്യായമായ ആവശ്യങ്ങളും മാനസിക സന്തോഷവും കാത്തുസൂക്ഷിക്കാൻ ഒരു ഭർത്താവിന് കഴിയണം. ഈ രണ്ട് സ്നേഹങ്ങളെയും ഹൃദയത്തിൽ ചേർത്തുവെച്ച് നീതിയോടെ മുന്നോട്ടു പോകുന്നവനാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പോകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ഉന്നതമായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും പകർത്തിയാൽ കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കും. മാതാവിന്റെ കാൽക്കീഴിലെ സ്വർഗം കൊതിക്കുന്ന മകനും തന്റെ ഇണയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ഭർത്താവും ഒരാളിൽ തന്നെ സമ്മേളിക്കണം. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും നിലനിർത്തട്ടെ.